നമസ്കാരം സാർ. ഇരിക്കണം. വേണ്ട. രാജീവ് മേനോനല്ലേ ഇവിടെ? രാജീവ് സ്ഥലത്തില്ലല്ലോ. വെറുതെ ഞങ്ങളെ കളിയാക്കരുത്. 2 പ്രാവശ്യം ഞാൻ പോലീസുകാരെ പറഞ്ഞയച്ചിരുന്നു. അപ്പോഴൊക്കെ ഇത് തന്നെയായിരുന്നു മറുപടി. ഐ എം സോറി സാർ. ഇവിടെ ജോലിക്കാർ പറഞ്ഞ് ഞാൻ കേട്ടു. രാജീവ് സ്ഥലത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. 2-3 ദിവസമായി. അല്ല, സംശയം ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇവരിൽ പലരും കഴിഞ്ഞ 2-3 ദിവസമായി രാജീവിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നവരാ. സാർ ഇന്ന് എത്തില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. എവിടെയാണ് അയാൾ പോയത്? അത് എവിടെയാണെന്നോ എന്ന് വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ? ഞാൻ മാനേജരാ. അയാളുടെ അച്ഛനല്ലേ ഇവിടെ? അദ്ദേഹം മരിച്ചിട്ട് 25 വർഷമായി. അമ്മയോ? അമ്മയും ഇല്ല. വെറുതെ അല്ല അയാൾ ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നത്. അയാൾക്ക് എന്താ വല്ല വട്ടുണ്ടോ? കാര്യം എന്താ സാർ? 4 ദിവസം മുമ്പ് അയാൾ ഞങ്ങളുടെ ഡ്രൈവറെ തല്ലി. പെറ്റി കേസുകൾ ചാർജ് ചെയ്ത് മടുത്തു. ഒക്കെ തമാശയാണ് അയാൾക്ക്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അയാൾ എത്തിയാൽ ഉടനെ സ്റ്റേഷനിൽ വന്ന് എന്നെ കാണാൻ പറയണം. അല്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. ഹലോ, അതെ. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? നിങ്ങളൊക്കെ കൂടിയല്ലേ ഇപ്പൊ കൊണ്ട് നടക്കുന്നത്. മിസ്റ്റർ കറിയാച്ചൻ, എനിക്കൊരു അപേക്ഷയുണ്ട്. ഐ ബെഗ് യു, ഡോണ്ട് സ്പോയിൽ ഹിസ് ലൈഫ്. ഹലോ ഹലോ. ആരാ? രാജീവ് സാർ. വരികയോ പോവുകയോ എന്ത് വേണോ ആയിക്കോട്ടെ. എന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. കഥകളി കാണിക്കാതെ അതങ്ങ് തുപ്പിക്കളാ. അത് അത്രയും വൃത്തികേടാക്കി. ആഫീസ് ടൈമിലെങ്കിൽ ഈ തീറ്റ ഒന്ന് നിർത്തിക്കൂടെ ശങ്കരൻ നായരെ? ശീലിച്ചു പോയി. നമ്മുടെ രാജീവ് സാറിന്റെ കള്ളുകൂടി പോലെ. സൂപ്പർവൈസർമാരിവിടെ കാലത്ത് മുതൽ കാത്തു നിൽക്കുക. ഇവിടെ ക്യാഷായിട്ട് ഒരു 10,000 രൂപ ഉണ്ടാവും. 2 മണിക്ക് മുമ്പ് ചെക്ക് ഒപ്പിട്ടില്ലെങ്കിൽ ക്യാഷ് ചെയ്യാൻ പറ്റില്ല. വീക്കിലി പേയ്മെന്റ് മുടങ്ങും. പിന്നെ രാജീവ് സാറ് വന്നില്ല, ചെക്ക് ഒപ്പിട്ടില്ല എന്നൊക്കെ തൊഴിലാളിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ എന്താ ചെയ്യാ? ഞാൻ ആഫീസിലേക്ക് വരുന്നു എന്നും പറഞ്ഞ് പോയ ആളാ. 2 ദിവസമായി വീട്ടിലെത്തിയിട്ടില്ല. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാണ്ടായാൽ എന്താ ചെയ്യാ? കൊച്ചു കുട്ടിയൊന്നുമല്ല. വയസ്സ് 32 കഴിഞ്ഞു. മടുത്തു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ മതി. അല്ലെങ്കിൽ 10-35 വർഷത്തെ പ്രയത്നം മുഴുവൻ നശിച്ച് നാറാണക്കല്ലാകുന്ന ഞാൻ കാണേണ്ടി വരും. ചീത്ത പേര് വേറെയും. കമ്പനി അക്കൗണ്ട് പിള്ള സാറിന്റെ പേര് തന്നെ തുടർന്നാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം പിള്ള ചതിച്ചു കട്ടു എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിക്കാൻ, അല്ലേ? ഏയ്. ഹലോ, രത്നഗിരി പ്ലാന്റേഷൻസ് മാനേജർ പിള്ളയാ. എനിക്ക് ഡോക്ടർ ഹമീദിനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇതൊന്നും പറഞ്ഞുകൊണ്ടായില്ല. ക്യാഷിന്റെ കാര്യത്തിന് എന്ത് ചെയ്യും? താൻ പൊയ്ക്കോ, ഞാനൊന്ന് നോക്കട്ടെ. ആ ഹലോ, ആ പിള്ളയാണ് ഡോക്ടർ. എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് ക്യാഷിൻ്റെയാ. ഒരു 50,000 ഉണ്ടാവോ? രാജീവ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാ. വന്നാൽ ഉടനെ തിരിച്ചു തരാം. താങ്ക് യു ഡോക്ടർ. ഇതാ. താങ്ക് യു. രാജീവ് എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു പതിവൊന്നുമില്ല. തോന്നുമ്പോ ഒരു പോക്കാ. അതിന് പറ്റിയ ചില കമ്പനികളും ഉണ്ട്. പോക്കറ്റിൽ പണമുള്ളപ്പോ കൂട്ടുകാരൊക്കെ കാണുമല്ലോ. ഇങ്ങനെ പോയാൽ എന്താ ഒരു അവസാനം? ഞാൻ ഇനി ഒന്നും പറയാനില്ല. ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഡോക്ടർക്ക് അറിയാമോ, ഒരു റിസീവറിനെ പോലെയോ അല്ലെങ്കിൽ ഒരു മാനേജറെ പോലെയോ ഒന്നുമല്ല ഞാൻ പെരുമാറിയിട്ടുള്ളത്. 6 വയസ്സുള്ളപ്പോൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കുട്ടിയാ. മരിക്കുന്നതിന് മുമ്പ് മുതലാളി എന്നോട് പറഞ്ഞു സ്വന്തം മകനെ പോലെ വളർത്തണമെന്ന്. ആ വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. രാജീവിന്റെ അമ്മ മരിച്ചത് അതിനു മുമ്പാണോ? മരിച്ചു എന്ന് പറയുന്നത് തന്നെയാ നല്ലത്. അങ്ങനെയല്ലേ? രാജീവ് എന്നോട് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയാനാണ് അവന്റെ ഇഷ്ടം. 3 വയസ്സ് തികയുന്നതിന് മുമ്പ് കണ്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു അമ്മയെ കുറിച്ച് മകൻ പിന്നെ എന്താ പറയാ? അങ്ങനെയാണോ? മേനോൻ സാറുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് മറ്റാരോടും സ്നേഹം ഉണ്ടായിരുന്നത്രേ.
അയാൾ വന്ന് വിളിച്ചപ്പോ കൂടെ ഇറങ്ങിപ്പോകാൻ ഭർത്താവോ മകനോ ഒന്നും അവർക്കൊരു തടസ്സമായിരുന്നില്ല. ആരും രാജീവിനോട് ഇതൊന്നും ചോദിക്കുന്നതോ പറയുന്നതോ അവന് ഇഷ്ടമല്ല. ഞങ്ങളൊന്നും ചോദിക്കില്ല. എന്താ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാത്തത്? ആലോചിക്കാഞ്ഞിട്ടൊന്നുമല്ല, അവന് താല്പര്യം വേണ്ടേ. എന്റെ നിർബന്ധം സഹിക്കവയ്യാണ്ടായപ്പോ 1-2 ആലോചനകൾ നോക്കി. പക്ഷേ അപ്പോഴേക്കും ദുഷ്പേര് വേണ്ടുവോളായി. കൂട്ടുകെട്ടാ ശരിയല്ലാത്തത്. കഴിഞ്ഞ ആഴ്ച ടൗണിൽ വെച്ച് ഞാൻ കണ്ടു. കുടിച്ചൊരു ബോധവുമില്ല. കൂടെ തടിച്ചു പൊക്കം കുറഞ്ഞ ഒരാളും ഉണ്ട്. ആ, കറിയാച്ചൻ ആലപ്പുഴക്കാരനാ. ഇവിടെ ഇൻഷുറൻസിൽ ക്ലാർക്കാ. കാൽ കാശ് മുടക്കില്ലാതെ മൂക്കറ്റം കുടിക്കാൻ കിട്ടിയാ പിന്നെ ആരാ കൂടാത്തത്? നമ്മുടെയാണോ ഈ വണ്ടി? അതെ. ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? ഏയ് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അങ്ങ് പോയാലോ? നന്നാക്കാനുള്ള കാശ് വന്നിട്ട് പോടോ. താൻ കയ്യെന്ന് ഇവിടെ കാശ് ഞാൻ തരാം, എന്റെ കാർഡ് തരാം. താൻ നാളെ വീട്ടിൽ വന്ന് എവിടെ? നിന്റെ വീട്ടില് വരണോ? നീ ആരാ ഇവിടുത്തെ ദിവാനോ? മര്യാദക്ക് കാശ് വന്നിട്ട് പോടാ. എന്താ സാർ ഇത്? മര്യാദ പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ അവന്റെ ഒരു പാട്ട കാറ്. പോട്ടെ സാറേ. പൊയ്ക്കോട്ടെന്നേ. താനെ ഇവിടെ വിടറോ. മര്യാദ പറഞ്ഞ കേക്കണം. ഞാൻ ഇവിടുന്ന് 2 ലാർജ് അടിച്ചിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചാ പോന്ന്. തിരിച്ചടിക്കാൻ ചങ്കൂറ്റോണ്ട് നീ അടിച്ചോ, അല്ലെ കൊണ്ട് കേസ് കൊടു. പോ. എന്നാ അഡ്രസ് വേണേ പിടിച്ചോ. രാജീവ് മേനോൻ, മാനേജിംഗ് ഡയറക്ടർ, രത്നഗിരി പ്ലാന്റേഷൻ. രത്നഗിരി പ്ലാന്റേഷൻസ്. പോ. അല്ലെങ്കിൽ വേണ്ട, എന്നാ എന്റെ കാർഡ് തരാം. പോ. ചേട്ടാ വാ, വഴി നമുക്ക് ഇതങ്ങ് ഫിനിഷ് ചെയ്തിട്ട് വാ. ഫിറ്റർ വാ, അവിടെ ഇരിക്കുക. നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. അയ്യോ, അവിടെ ഇരിക്കണോ? ഞങ്ങൾ ചെയ്യാൻ പാടില്ല സാർ. ആര് പറഞ്ഞു അവിടെ ഇരി? സാർ അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരി. സാർ എന്തായി കാണിക്കുന്നു? ആരെ? നാടൻകുട്ടിയെ? ആണോ? ഞാൻ വിചാരിച്ചു മറ്റേ കാറ് പാർട്ടിക്കാരാണ്. സാർ, അതെ, ആരും ഇല്ലാതെ ഒരു കമ്പനി ഇല്ലാതെ ഫിനിഷ് ചെയ്യാൻ ഇന്നൊരു ചെറ്റുകളെയും കാണുന്നില്ല. അയാൾക്ക് ധാരാളം ജോലിയുണ്ട് സാർ. അയാളെ പാട്ടിന് പോട്ട് താമ്പാ. ഞാൻ ഡ്യൂട്ടിയില്ല. എടോ മദ്യ ഷാപ്പിലെ ഇത് മദ്യം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി ഇതായിരിക്കും. നമുക്ക് വേറെ പറയാം. ഇത് മതി. മതിയോ? നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. താഴെ പിടിക്കേ. ചേഴ്സ്, ചേഴ്സ്. ഞാൻ ഒരു കമ്പനി കിട്ടാതെ ഞാൻ എളുപ്പയോ? സാർ ശരി. ഇപ്പൊ നമുക്കൊരു കമ്പനി ആയിരുന്നല്ല. വേണ്ട, ഞാൻ ഇത് ഒറ്റയ്ക്ക് കഴിച്ചോളാം. നമുക്ക് ഒരു പ്രശ്നമില്ല. സാർ, ടാക്സി വിളിച്ചു പോവാ. അയ്യേ, ടാക്സി ഒന്നും വേണ്ട. താൻ ഇവിടെ മനുഷ്യനെ ഒരിക്കലും ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. വിടറോ ഇവിടെ. സ്റ്റിയറിംഗ് ആൻഡി. ആഹാ, അയ്യോ അപ്പുറത്ത. സാറേ പുള്ളി വിടത്തു. എന്താ ചോദിച്ച്? ഞാൻ വീടെത്തുവന്നോ? എത്തും. എത്തിയില്ലേലും രാജീവന് നോ പ്രോബ്ലം. ലൈഫ് എന്റെയാണ്, എന്റെ മാത്രം. ഞാനേ അത് അലമാരി വെച്ച് പൂട്ടും. ചില്ല് പാത്രം പോലെ എറിഞ്ഞുടയ്ക്കും. റബ്ബർ പന്ത് പോലെ തട്ടി കളിക്കും. ചപ്പാത്തി പോലിട്ട് പരത്തും. ദോശ പോലെ ചുട്ടു തിന്നും. ഞാൻ ഇഷ്ടം പോലെയും. താൻ പോ.
ഓടോ. മറിച്ചതും കരച്ച പഞ്ചുട്ട നീയർ കരച്ച പഞ്ചുട്ടതും നീ അറിഞ്ഞോടി. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണെ മീനാക്ഷി. അറിയാച്ചോ? വിത്തെല്ലാം മരിപ്പാകുന്നേ അപരിച്ചതും കരച്ചതും അറിയാച്ചോ? അറിയാച്ചോ? എന്തോ കള്ളും കുടിച്ച് വെളിവില്ലാതെ നടു റോഡിലൂടെ പോയാൽ നിന്റെ പുറത്ത് വല്ല വാഹനവും വന്ന് കയറില്ലേ കറിയാച്ചാ? ഏതെങ്കിലും ഒരു വണ്ടി ഈ കറിയാച്ചന്റെ നെഞ്ചത്തൂടെ കയറ്റി വിടണേ കർത്താവേ. ജീവിതഭാരം ചുവന്ന് കറിയാച്ചൻ വലഞ്ഞു. തൊണ്ട നനയ്ക്കാൻ ഇച്ചിരി വാട്ടീസ് അടിക്കാൻ പോലും കറിയാച്ചന്റെ പൈസ ഇല്ല. പക്ഷെ ഇപ്പൊ നീ 4 കാലിലാണല്ലോ നിക്കുന്നേ. അത് വെറും 100 മില്ലി പട്ടച്ചാരായത്തിന്റെയും ഒരു കഞ്ചാവ് വീടേയും ചുണയാ കർത്താവേ. ഇന്നെന്റെ ഇളയ മോന്റെ പിറന്നാളാ. ഒരു പാവപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ ഗതികേട് നിനക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ നീ എന്റെ അടുത്തേക്ക് വരുവിൻ. ഇവിടെ എന്റെ ഇടത്ത് ഭാഗത്തേക്ക് നോക്ക്. എന്റെ ഇടതുഭാഗം ഏതാന്ന് ഞാൻ എങ്ങനെ അറിയും? എങ്കിൽ നീ എന്റെ മുകളിലേക്ക് നോക്ക്. ഇവിടെ അറിയാച്ചോ? നിന്നെ നോക്കി ടൗണിൽ നിന്ന് എന്റെ കാലെ വേര് പിടിച്ചു. എവിടെ? ഇന്നെന്റെ കൊച്ചു അമ്മന്റെ പിറന്നാളാടാ. ആ ഉപ്പി ചെറുകുറുക ചമ്പക ജീരക വിത്തെല്ലാം വരിപ്പാകുന്നേ. പത്ത പൂത്തതും കാപ്പറിച്ചതും കറിക്കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി. പത്ത പൂത്തതും കാപ്പറിച്ചതും കറിക്കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി.